വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബൊയ്ബാൻ ഒരു ഐലൻഡിലാട്ടോ. ഒരൊറ്റ മനുഷ്യനില്ല. സമയം ഇപ്പോൾ 6:20 വേറെ ആരുമില്ല. നമ്മൾ ആ കാണുന്ന റോഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കടൽ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് പൊയ്യൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണൊക്കെയാണ്. ആ ഒരു ധൈര്യത്തിൽ മെല്ലെ മെല്ലെ കയറി വന്നു. കാരണം റോഡിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കുവൈത്തിൽ ആർക്കൊന്നും കാണാനില്ല എന്ന് പറയുന്നവർക്ക് കണ്ടിട്ടാ ഇതുപോലെ അടിപൊളി സ്ഥലം നമ്മുടെ ഫോർട്ട് കൊച്ചി പോലുള്ള നല്ല അടിപൊളി സ്ഥലം വേറെ എവിടെ കിട്ടാനുള്ള. ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ ബ്രിഡ്ജായിട്ടുള്ള ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബ കോസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നുള്ളത്. നമ്മുടെ ഈ കടൽപ്പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. അതിൽ നമുക്ക് റൂട്ടൊക്കെ തെറ്റിയിട്ട് നമ്മൾ ഏകദേശം ഈ റോഡിൻ്റെ എൻഡ്, കുവൈത്തിൻ്റെ എൻഡ് എന്നൊക്കെ പറയാം, അതുപോലൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ യൂ ടേൺ എടുത്ത് തിരിച്ച് നമ്മുടെ റൂട്ട് പിടിക്കുകയാണ് ചെയ്തത്. ആ പോകുന്ന വഴിയിൽ മരുഭൂമി ആണെങ്കിലും ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട്. കുറേ ഒട്ടകങ്ങളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ. അവിടെ നമ്മൾ നേരെ പോകുന്ന വഴിയിൽ അവിടെയും റോഡ് ക്ലോസ് ആണ്. കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് അലോഡ് ഇല്ല. അത് നമ്മുടെ ബൊബിയാൻ ഐലൻഡിലേക്കുള്ള റൂട്ടാണ്, 2ാമത്തെ കടൽപ്പാലം. നമ്മൾ അവിടുന്ന് യൂ ടേൺ എടുത്ത് പിന്നെ കിട്ടുന്ന റൈറ്റ് പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് അതിൽ കയറിയിട്ട് ഈ ലൊക്കേഷൻ മനസ്സിലാക്കാം. ഞാനിപ്പോൾ പോകുന്ന ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ആ റൈറ്റ് ഒഴിച്ച് ആ റോഡിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾ ഈ മണലിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി ഇറക്കാനും. പിന്നെന്താണെന്ന് വെച്ചെങ്കിൽ ഇതിനപ്പുറം കാണുന്നതാണ് കടൽ, നല്ല നീലക്കടൽ. പിന്നെ ആരുമില്ല ഈ ഒരു സ്ഥലത്തേക്ക്. കൂടുതൽ ആർക്കും അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലം എന്ന് വേണം വിചാരിക്കുക അല്ലേ. സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. പിന്നെ കുറേ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നമ്മൾ വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അൽ ജാബർ ബ്രിഡ്ജിൽ കൂടിയിട്ട് വേൾഡിൽ തന്നെ 4ാമത്തെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജും കൂടിയാട്ടോ. ഭയങ്കര ഹ്യൂമിഡിറ്റി ആട്ടോ, കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. പിന്നെ തണുപ്പ് സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ അടിച്ച് നിൽക്കാൻ പറ്റിയൊരു സ്പോട്ട് കൂടി. നമ്മൾ നേരത്തെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവം ആയിരിക്കും എനിക്കറിയില്ല, എങ്കിലും അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലിട്ടെ. എന്തായാലും നമ്മൾ വന്ന ടൈം ഒന്നാമത് ലേറ്റാണ്. ഇപ്പോൾ സമയം 6:30 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. പകൽ സമയത്ത് എന്തായാലും നമുക്ക് തീരെ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിനകത്ത് മൊത്തത്തിൽ ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ. അല്ല, ഓരോ ആൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ കാണാം. ദാബൂദിയാൻ അതുപോലെ 313 2020 ഈ ഒരു ആർട്ട് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നൗ 2024 അല്ല. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. ബാക്കിലായിട്ട് ഷർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഷർട്ടിനകത്ത് കയറി നോക്കാം.
അതാ ഷെഡിനകത്ത് ഇതാണ് കേട്ടോ. ഓ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ റബ്ബേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. മൊത്തത്തിൽ നമ്മളൊരു ഫോർട്ട് കൊച്ചി ലുക്കിൽ, ആ ഒരു ലുക്കിലാട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്യൂട്ടി റൂമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഏത് രാജ്യത്തായിക്കോട്ടെ, ദുബായ് ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ രാജ്യത്തും നമുക്ക് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ ഭൂമിയിൽ പടച്ചോ നമുക്ക് കാണിക്കാനായിട്ട്, നമ്മൾ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ കാണണം, എക്സ്പ്ലോർ ചെയ്യണം ജീവിതത്തിൽ. കാരണം ഇന്ന് കണ്ടാലും നാളെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ലൈഫിൽ എൻജോയ് എവറി മൊമെൻറ്റ്. സമയം ഒരുപാട് വൈകുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചാൽ പെട്ടെന്ന്. പിന്നെ കടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കടൽ പോലെ തിരയും കാര്യങ്ങളൊന്നും ഇല്ല. സൈലൻ്റ് ആയിട്ടുള്ള കടലാണ്. നമ്മൾ പെട്ടെന്ന് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഒന്നാമത് നമ്മുടെ സ്റ്റോറേജൊക്കെ ഫുള്ളാണ്. മാക്സിമം എൻജോയ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുവൈത്ത് ആരാണ് അടിപൊളിയല്ല പറഞ്ഞാൽ കുവൈത്ത് അടിപൊളിയാണ്. കുവൈത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ കേട്ടോ. കാണാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ആർക്കും സമയമില്ല എന്നതാണ് സത്യം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട. നമ്മൾ പോവാണ്, ഏകദേശം ഇരുട്ടായിതാ. മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാം, ആ സൈഡ് നോക്കുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതും കാണാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.